എന്റെ പൊന്നമ്മച്ചി ക്ഷമിക്കണം. ഇനി പറമ്പിൽ കയറി അതിന്റെ കാര്യം നമ്മൾ വെക്കും. നമ്മൾ ഇത്തിക്കരയുള്ള അമ്മച്ചി, പേര് പക്കി. ആ നമ്മുടെ വാപ്പാടെ പെങ്ങളാണ് പാത്തുമ്മ. അവര് തന്നെയാണ് അമ്മച്ചിക്ക് തരാനായിട്ട് ഈ ചാക്കിനകത്തുള്ള പച്ചക്കറിയും സാധനങ്ങളും തന്നത്. എന്റെ മോനും പാത്തുമ്മയുടെ മോനും ഒരുമിച്ചാണ് നാട് വിട്ടത്. അതോടെ ആ പാത്തുമ്മ ഇത്തിക്കരയ്ക്ക് പോയത്. ആട്ടെ, ഈ വീട് പൊളിക്കാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞേച്ചാരാ? പണ്ട് മതിലകത്തെ അടിച്ചുകളിക്കാരിയായിരുന്ന ഒരു പൊന്നമ്മ ഇവിടെ അടുത്ത് താമസമുണ്ട്. ഈ നാട്ടിലെ വലിയ ആൾക്കാരിൽ പലരും അവിടെ വലയില്ല. അവർക്കിപ്പോ ഇവിടെ മാളിക വെക്കണമെന്ന്. അത് കൊള്ളാമല്ല. അപ്പൊ പൊന്നമ്മ ഞമ്മക്കൊന്ന് കാണണം. അയ്യോ വേണ്ട മോനെ, നിങ്ങൾക്കൊന്നും ആ വീട്ടിൽ പോകാൻ കൊള്ളൂല്ല. അമ്മച്ചി പേടിക്കണ്ട, പക്കി എവിടെ പോയാലും പറന്നിങ്ങ് തിരിച്ചു വരും. എന്നാ മോൻ ചോറും കിട്ടുപോ. ചോറാ, പൊന്നമ്മയെ കാണാണ്ട. നമ്മൾ പോയി പൊന്നമ്മയെ കണ്ടിട്ട് വന്നിട്ട് ചോറാ. പരമാനന്ദരസത്തെ പ്രാണനാഥനിച്ചു നൽകിയ പരമാനന്ദരസത്തെ പർവ്വതിലെഴുതാമോ. നമ്മള് പാട്ട് കേട്ട് കയറി വന്നൊരു വൈവോക്കനാ. നിന്നെ ആരാട്ട് കടത്തി വിട്ടു? ഉണ്ടാണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ നമ്മളല്ലേ കേസുമായിട്ട്. ചേട്ടാ, അവന്റെ വായിൽ തുണി കുത്തിക്കേറ്റി തൂണിൽ കെട്ടിയിട്ടാ ഞമ്മള് വരുന്നത്. പിന്നെ അങ്ങനെ അവൻ വിളിയേക്കുന്നത്. ഞമ്മളാണ് ഇത്തിക്കര പക്കി. കേട്ടിട്ടുണ്ടാ? പക്കിയോ? അല്ലോ, തലയിറങ്ങി തീയല്ലേ. ഞമ്മള് പെണ്ണുങ്ങളെ തൊടൂല. താങ്ങാനും പിടിക്കാനും ഒന്നും ഞമ്മളെ കിട്ടൂല. നിങ്ങൾക്ക് എന്ത് വേണം? ആ, അങ്ങനെ നേരെ ബാ. നീ കല്യാണി അമ്മേന്റെ പെര വിളിക്കാൻ ആളെ വിട്ട? അയ്യോ, അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്യാനൊപ്പോ അറിഞ്ഞോണ്ട് ചെയ്തു എന്ന് പറ. ആളുകളും കണ്ടോണ്ട്. അതിനേ പേയുണ്ട്. ഈ ഒരു കാര്യം ചെയ്യേ, നെയ്യനങ്ങാണ്ട് ഉണ്ടാക്കിയല്ല പൊന്നല്ല. അത് ഞാൻ അയച്ചു. പക്കിയണ്ണ ശരിക്കണോ? എന്നിട്ട് കുറേ നമ്മൾ എടുക്കും. അനക്ക് അന്റെ സർവ്വവ്യാധിഷ്ഠാനയില്ലേ, അതിൽ ഇനിയും പണിയിപ്പിച്ചത്. ഇത് നല്ല പാവം പിടിച്ച പെൺപിള്ളാരുടെ. ആ നോക്കി, വേറൊരു കാര്യം, നമ്മുടെ കല്യാണിയമ്മ ഇനിയും ഉപദ്രവിച്ചാണോ വന്നത്? ഒരു കൈ പാത്രേ. എടാ, എനിക്ക് നിനക്കും ശക്തി തന്നത് ഈ കൈകളാണ്. ഇപ്പൊ തന്നെ നോക്കിക്കളെ. நீதான் என் பொண்ணோடு மானத்தை காப்பாத்து. நீ நல்லா இருக்கணும்ப்பா. நாளைக்கு வெள்ளம் கொடுத்து வைக்கல, இந்த வேகம் புறப்படா. ഹലോ, നായാട്ടുകാരാണെന്ന് തോന്നുന്നു. ബില്ല് മുമ്പൊക്കെ ഉണ്ടല്ലോ. ഇവർ വില്ലടിക്കാൻ പാട്ടുകാരൻ കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരാണെന്നാ തോന്നുന്നത്. നീ വാ. ആചാരം കൂട്ടരും എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ആര്യങ്കാവിൽ ഉത്സവത്തിന് വന്നതാ. അത് കഴിഞ്ഞു. ഇനി നാളെ വെള്ളായണിയിൽ എത്തണം. വെള്ളായണി? അതെ, നാളെ മുടിപ്പരയിലെ ഉത്സവം തുടങ്ങുക. അതു, നമ്മളിവിടെ വന്നിട്ട് എത്ര വർഷമായില്ല. നാളെ കാണാൻ കുടിയാകും. നമുക്ക് ഇവരോട് വണ്ടി പോകാം. അവർ കൊണ്ടുപോകുമോ? നോക്കാം. അതെ, നമ്മളെ കൂടെ വെള്ളായണി വരെ ഒന്ന് കൊണ്ടുപോകുമോ? ഈ വണ്ടിയിൽ വേറെ ആരും കേട്ടില്ല. നമ്മളും ബില്ലടിച്ചന്മാരാണെന്ന് ബെസ്റ്റോ. ഞങ്ങളെ പ്രസവിച്ച അമ്മമാരെ ഒന്ന് കാണാൻ വേണ്ടിയാ. കേട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കാളെ പിടിച്ചു കേട്ടോ, പോകാം. അതൊന്ന് കാണണമല്ലോ. അയ്യോ അയ്യോ, അവൻ ആളറിയാതെ പറഞ്ഞു പോയതാ. അവിടെ രക്ഷിക്കണം. നമ്മളെ കൂടെ കൊണ്ടുപോകാമോ? കൊണ്ടുപോവേ. എന്നാ മറന്നമ്മൻ കുട്ടി ഓരോ നമ്മള് ആശാനെ, നമുക്ക് ബില്ലടിക്കാൻ പറ്റില്ല. പാടി ആഘോഷമായിട്ട് ഈ വണ്ടിയിൽ പോകാം. ഞങ്ങൾ പോയി ഞങ്ങളുടെ ഗുരുവിനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് വരാം. പാത്തു அண்ணன் இங்க ஊருக்கு போறாங்களா? ஊருக்கா? ஆமா, அவங்க ஊர் கோவில்ல உற்சவமா. ஊர் விட்டு வந்து ரொம்ப நாள் ஆச்சு. பிள்ளைங்க പോയിട്ട് വരട്ടുമേന്ന് പറഞ്ഞു. ആശാൻ ഞങ്ങൾക്ക് ചെയ്തതെന്ന ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. இதுல நன்றி சொல்றதுக்கு என்னப்பா இருக்கு? உங்களை நான் என் குழந்தைங்க மாதிரி தான் நினைச்சிட்டு இருந்தேன்.
ഈ സ്നേഹം നമ്മൾ ഒരിക്കലും മറക്കില്ല. ആശാനെ പടച്ചോൾ സഹായിക്കും. നമ്മൾ പോയിട്ട് വരട്ടെ. സന്തോഷമാ പോയിട്ട് വന്നു. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരും. വള്ളി, ഞാൻ വരട്ടെ. നീങ്ക നല്ല ഇരിക്കും. അമ്മേ, അമ്മ, ഇത്രയും നാൾ ഞാൻ അമ്മയെ വേദനിപ്പിക്കുന്നു. അമ്മ എനിക്ക് മാപ്പ് തരും. എനിക്ക് നിന്നെ കാണാനൊപ്പല്ലോ. വെള്ളായണി അമ്മേ, എന്റെ കണ്ണീരിന്റെ ഫലം നീ എനിക്ക് തന്നു. എനിക്ക് എന്റെ മോനെ കിട്ടി, എന്റെ പരമോനെ കിട്ടി. മോനെ നിങ്ങളെ കാണാണ്ടായപ്പോ പാത്തുമായിട്ട് പ്രാന്ത് പിടിച്ചതുപോലെ കുറെ ദിവസം ഇവിടൊക്കെ പ്രാന്തി നടന്നു. ഒരു ദിവസം രാവിലെ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഇക്കായെ കാണാൻ ഇച്ചിക്കരയ്ക്ക് പോവാണ്. അന്ന് ഇവിടുന്ന് പോയാണ്. നമുക്ക് നമ്മുടെ ഉമ്മായെ കാണണം. കാണാവിടെ ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അണ്ണം കൂടെ വരാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല. നീ ഇപ്പോഴും പേടിക്കണ്ടനാണോടാ? നമ്മളിപ്പോ ചൂണ്ടുകുടുംബത്തിന്റെ ആശാനാണ്. ഒറ്റ ചൂണ്ടിയാ മുട്ടനാളെ കുട്ടിയിടും. ആ, പിന്നെ അമ്മേ, നമ്മുടെ ലക്ഷ്മിക്കുട്ടിയും പാറക്കുട്ടിയും കാണാറുണ്ടോ? കൊണ്ടുപോനെ മുടിക്കരെ തൊഴാൻ വരുമ്പോ കാണാറുണ്ട്. അവരെ നീ ഇപ്പൊ അറിയത്തില്ല. രണ്ടുപേരും വളർന്ന് മിടുക്കികളായി. നിന്റെ കാര്യമൊക്കെ ചോദി. അമ്മച്ചി, ഇതാ അച്ഛൻ നിർണയിച്ചതാ. എന്റെ പരമോ അസുഖാരുമാ. മക്കളെ, നമ്മുടെ കൊടിക്കാരൻ കുട്ടൻപിള്ളയുടെ മോളായിരുന്നു. നിന്റെ കൂടെ എടുത്തു നിർത്തിയ രാഘപ്പിള്ളയില്ലേ, അവനാണ് അവർക്ക് പടവ് കൊടുത്തിരിക്കുന്നത്. ഓഹോ, അപ്പിപ്പള്ളക്ക് സുഖമാണോ? ഇപ്പൊ എന്താ ജോലി? കായലിൽ ചൂണ്ടയിടാൻ പോവും. പിന്നെ മുടിപ്പുഴയിൽ കുടയെടുപ്പുണ്ട്. അത് കൊള്ളാമല്ലോ. അമ്മാവന് കൊടിയെടുപ്പ്, മരുമകന് കൊടയെടുപ്പ്. ജാനകി എന്ത് ചെയ്യുന്നു? ഞാൻ അമ്മാവന്റെ വീട്ടിലെ അടുത്തൊലിക്കാരിയാ. ഓഹോ, അപ്പൊ ലക്ഷ്മിക്കുട്ടിയോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും. പറയാം. അമ്മച്ചി, മുടിപ്പുഴയിൽ കളങ്കാവേലി നേരമായി. ഞാൻ വെച്ചോട്ടെ? അത് നടക്കില്ല. നടക്കില്ല. നിങ്ങൾ എടുക്കില്ല. വരൂ, എടുക്കാനാ പറഞ്ഞത്.